الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട നമ്മുടെ ആർച്ച അതേപോലെ ഇവിടെ നമ്മുടെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇൻഡിപെൻഡൻസിൻ്റെ 79ാമത് നമ്മൾ ആചരിക്കുകയാണ്. നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് വലിയൊരു സ്വാലിഹായ അമൽ അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ. കാരണം നമ്മളൊക്കെ ഒരു തെറ്റിദ്ധരിച്ച മലയാളത്തിൽ അപ്പൊ കുറെ സൊസൈറ്റി മുസ്ലിമീങ്ങ അങ്ങക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഇല്ല, അങ്ങനത്തെ വിഷയമേ ഇല്ല. ഇൻഡിപെൻഡൻസ് ഡേ ചൊന്നെങ്കിൽ അത് നോൺ മുസ്ലിംസ് മുസ്ലിം അല്ലാത്ത സെലിബ്രേറ്റ് ആക്കിയതായിട്ട് ഒരു മിസ്കൺസെപ്ഷൻ, ഒരു തെറ്റിദ്ധാരണ അതുണ്ട്. പക്ഷെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പാടിയത് ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ. ഞങ്ങളെല്ല ഗൊಂತುള്ള വിഷയമായിട്ട് യു ആർ നോ ദാറ്റ്. നിങ്ങൾക്കെല്ലാവരും ഗൊಂತು ഈ ഹദീസ്, ഈ ഒരു വിഷയം ചൊന്നത് ഞങ്ങൾക്കെല്ലാവരും ഗൊಂತು. പണ്ടേ ഞങ്ങളെല്ല അറിഞ്ഞതും കേട്ടതും ചൊന്നതും ഡിസ്കസ് ആക്കിയതും ആ ഒരു വിഷയമായിട്ട് ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ ചൊന്നെങ്കിൽ സ്വന്ത രാജ്യത്തെ, സ്വന്ത ദേശത്തെ, സ്വന്ത കൺട്രിയെ തിരിച്ചെടുക്കണേ ചൊന്നെങ്കിൽ മിനൽ ഈമാൻ, അത് ഈമാന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈമാന്റെ ഭാഗമായിട്ട് എന്തിരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈമാന്റെ ഭാഗമായിട്ട്. അതേപോലെ ഒരാൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ തെരുവിൽ എന്തെങ്കിലും കാട്ടമ അല്ലെങ്കിൽ തെരുവിൽ എന്തെങ്കിലും ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും 3 പിന്നെ അതും ഈമാന്റെ ഭാഗമായിട്ട്. അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ, സ്വന്തം രാജ്യത്തെ പിരിച്ചെടുക്കലേ അത് ഈമാന്റെ ഭാഗമായിട്ടുണ്ട്. എന്തിനൊക്കെ ചോദിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം രാജ്യമായിട്ട് മക്ക. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങ നബി തങ്ങൾ അവസാനം ലാസ്റ്റ് ഓടുപാക്കി ഭാരതത്തിലേക്ക് നബി തങ്ങൾ തപ്പാക്കിയത് കൊണ്ടുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി നബി തങ്ങൾ അധ്വാനിച്ചപ്പോ കൂടെ കുറെ സ്വഹാബികളെ കൂടിയപ്പ മുശ്രിക്കീങ്ങൾക്ക് അസബന്ധം. അങ്ങനെ നബി തങ്ങളെ ഓടുപാട്ടാണ് നമുക്ക് തീരുമാനിച്ചു. അങ്ങനെ അള്ളാഹുവിടെ ഓർഡർ വന്ന് എന്തിരെ ഹിജ്റ പോകുന്നു. ഫസ്റ്റ് ഓർഡർ വന്നിട്ടില്ല. അതുകൊണ്ട് നബി തങ്ങളും സ്വഹാബാക്കളുള്ള സഹിച്ചിട്ട് തെച്ച് പേഷ്യൻസ്. അങ്ങനെ അവസാന അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് ഓർഡർ വന്ന് നിങ്ങൾ ഹിജ്റ പോകുന്നു ചൊന്നാൽ നിങ്ങൾ ഓർഡറെ പോകുന്നു, വേറെ ഒരു രാജ്യത്തേക്ക് പോകുന്നു. അങ്ങനെ മദീനത്തേക്ക് പോകുമ്പോ നബി തങ്ങ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയി തിരിഞ്ഞു നിന്നിട്ട് മക്കത്തെ നോക്കിയിട്ട് ഉൾവിട്ട ഒരു വിഷയമുണ്ട്. കാരണം സ്വന്തം രാജ്യത്തെ വിട്ടുപോകേ നബി തങ്ങളുടെ സ്വന്തം രായായിട്ടിരിക്കുന്ന മക്ക, ആ മക്കത്തെ എല്ലാം വിട്ടിട്ടു. റായ പിന്നെ ഞങ്ങൾ ഒരു റായ വിട്ടു പോകുമ്പോൾ ഞങ്ങൾ എത്ര ബേജാറാവും. ഞങ്ങൾ കളിച്ച ജാഗ, ഞങ്ങൾ തെച്ച ജാഗ, ഞങ്ങൾ ഇന്റെ ജാഗ, ഞങ്ങൾ എന്തെല്ലാം ആക്കിയ ജാഗ, ആ ജാഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു വലിയ മക്കത്ത്, ആ മക്കത്തെ വിട്ടിട്ട് പോകണ്ടേ ഇപ്പൊ നബി തങ്ങ. ആ വിട്ടിട്ട് പോകുമ്പോ നബി തങ്ങ മക്കത്തെ ഉൾപ്പെട്ട വിഷയമുണ്ട്. അപ്പൊ ഞാൻ ചൊല്ലത് ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ. ഞങ്ങളുടെ സ്വന്തം രാജ്യത്ത് ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്ദ്രഭേനകാക്കട്ടെ. ഞങ്ങളുടെ രാജ്യത്തെ പിരിച്ചെടുക്കണേ. ഞങ്ങളുടെ രാജ്യത്തെ ഓരോ ഐറ്റം ഇപ്പൊ സർക്കാരത്തെ, സൊസൈറ്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ബസ്, ഒരു എക്സാമ്പിൾ ഗവൺമെന്റ് ബസ്സിൽ ഞങ്ങൾ കല്ലിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ബസ്സിൽ ടയർ പാച്ച് ആക്കണേ. ഇതൊന്നും ഈമാന്റെ ഭാഗമാണ്. ഈമാന്റെ ഭാഗം ആ ബസ്സിൽ ഞങ്ങൾ ക്ലീൻ ആക്കി വെക്കണേ, ബസ്സിൽ ചന്ത ഞങ്ങൾ വെച്ചോളേ. ട്രെയിൻ വന്ന കാരണം എന്ത്? അത് ഞങ്ങളെ ബസ്, ഞങ്ങളെ ട്രെയിൻ, അത് ഈമാന്റെ ഭാഗമായിട്ട്. അതേ നബി തങ്ങൾ ചൊല്ലുന്ന ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ. ഇതൊരു വിഷയം ഞാൻ ഒരു വിഷയം കൂടി ചൊല്ലുന്നു. ഞങ്ങൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടേക്ക് മുന്നോട്ട് കുറേ നേതാക്കന്മാർ, കുറേ ലീഡേഴ്സ് ഇതിനു വേണ്ടി ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ട് സ്വാതന്ത്ര്യ ಹೋರಾಟಗಾರರು. ഒരു 3-4 പേര് ചോദിച്ചു നോക്കാം. സ്വതന്ത്ര ಹೋರಾಟಗಾರರು
ಸಂಗೊಳ್ಳಿ ಬಿ ಆರ್ ಅಂಬೇಡ್ಕರ್, ನೆಹರು, ಸುಭಾಷ್ ಚಂದ್ರ ಬೋಸ್, വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇത്രയെല്ലാം നിങ്ങൾ പേര് ചൊന്നാൽ ഇതിൽ ഒരേ ഒരു പേര് നിങ്ങൾ മുസ്ലിമായ ഒരു പേര് ഒരാൾക്ക് ടിപ്പു സുൽത്താൻ తీసుకొని മൗലാന ആസാദ്, മുഹമ്മദ് അലി ജൗഹർ. സ്വന്ത ചോരയുടെ പണയം വെച്ചിട്ട് എന്തിനേക്ക് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഇൻഡിപെൻഡൻസ്, ഞങ്ങളുടെ സ്വതന്ത്രക്ക് വേണ്ടി ഞങ്ങളെ സ്വന്തം. ഇപ്പോൾ ഒരാൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ആക്കും, നിങ്ങൾ ഔത്തുക്ക് നിങ്ങൾ ചന്തത്തിൽ ഉമ്മ ബാപ്പ മക്കളെല്ലാം ജീവിച്ചിട്ടുള്ള ഒരാൾ വന്നിട്ട് ഒരു ജന്മൂന്നാൾ വന്നിട്ട് ചൊന്നാൽ നിങ്ങൾ ചുബോർ വിട്ടേ ഞങ്ങൾ പേരാവാണ്, ഞങ്ങൾ പേര് കൊടുത്ത ഐറ്റമല്ല ഞങ്ങൾ പേര് ചൊന്നെങ്കിൽ എന്താവും. അതേപോലെ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് ഊടുത്തെ എല്ലാ ബംഗാറും അത് ഇതെല്ലാം എടുത്തിട്ട് ഊടുത്തെ സ്വന്തം സിറ്റിസൻസിനെ സ്ലേവ്സ് ആയിട്ട് ആക്കിയാണ്. സ്വന്തം ഞങ്ങൾ ഊടുത്തെ പ്രജകളെ, ഊടുത്തെ ഇന്ത്യക്കാരായ ആന്മാരെ ഊടുത്തെ സ്വന്തമാക്കിയാണ്. അങ്ങനെ എല്ലാവരും ലാസ്റ്റ് പിന്നെ വിതൗട്ട് എനി റിലീജൻ, ഒരു റിലീജൻ എന്ന് വില വെക്കാൻ ബിയോണ്ട് റിലീജൻ അങ്ങനെ ചൊല്ലാം. ഒരു ഇസ്ലാമാ, മുസ്ലിമാ, ഒരു ഹിന്ദുവാ, ഒരു ക്രിസ്ത്യനാ, ഒരു ബുദ്ധമാ, ഒരു ജ്യൂസ് ഒന്നും വില വെക്കാൻ ഞങ്ങൾ ഇന്ത്യക്കാർ, we the people of India have solemnly resolved to constitute India into ഞങ്ങളുടെ ഭരണഘടന എടുത്തെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തെങ്കിൽ, ഞങ്ങളുടെ സംവിധാനങ്ങളിൽ ആ സംവിധാനത്തെ ഫസ്റ്റത്തെ പേജ് ഞങ്ങളുടെ സോഷ്യൽ ബുക്കിലും ഇംഗ്ലീഷ് ബുക്കിലെല്ലാം ഫസ്റ്റിലുണ്ട്. we the people of India, ഞങ്ങൾ ഇന്ത്യക്കാരായ ആളുകൾ ഞങ്ങൾ have solemnly resolved, ഞങ്ങളുടെ ഒട്ടിക ഐക്യത്തിൽ ഞങ്ങൾ ചൊന്നോട്ടുണ്ട്. എന്തിനേ ഞങ്ങൾ ഇന്ത്യക്കാർ, ഞങ്ങളുടെ ഇത് ഇന്ത്യ, ഇതാരും കൂടി ഞങ്ങൾ ആരും ബാപ്പയുടെ സ്വത്തം പറയും, ഇത് ഞങ്ങളുടെ ഇന്ത്യ. ഞങ്ങളെ ഓരോ ഞങ്ങളുടെ ബാപ്പന്മാർ, ഞങ്ങളുടെ ബാപ്പയുടെ ബാപ്പന്മാർ, പ്രപിതാക്കന്മാർ അങ്ങ് കഷ്ടപ്പെട്ടിട്ട് ആക്കിയ ഇന്ത്യ. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കേട്ടെ, 3 ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേര് ചൊല്ലുള്ളൂ. ഞങ്ങൾ മുത്താലിമീങ്ങളായ ഞങ്ങളെ തലക്കും ഇഞ്ചക്ട് ചെയ്യപ്പെട്ടത് എന്തിനേ, ഞങ്ങൾ മുത്തുലെന്തിനേ പോപ്പുലറായ ആൾമാർ, അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെയുള്ള ആ പ്രവർത്തനം ആക്കിയിട്ടില്ലല്ലോ, വലിയ വലിയ പ്രവർത്തനങ്ങളാക്കിയത്. അങ്ങനെ ഒട്ടികമേ അൺസങ് ഫ്രീഡം ഫൈറ്റേഴ്സ് കുറേ ആൾമാരുള്ളത്. അതിൽ ഒരാളെ ഞങ്ങൾ ഇപ്പൊ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം നബി തന്നെ നബിമാരെ വിഷയം ഞങ്ങൾ ചർച്ച ആക്കടെ മുണ്ട്, അതായത് ഇബാദത്ത്. അതേപോലെ സ്വാലിഹീങ്ങളുടെ വിഷയം ഞങ്ങൾ മുണ്ട് ചർച്ച ആക്കടെ, ഡിസ്കഷൻ ആക്കടെ, അതങ്ങ് കഫാറ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ അതൊക്കെ പൊറുക്കപ്പെടാൻ, അല്ലെങ്കിൽ അതൊക്കെ മായ്ച്ചു പോകും, അല്ല അള്ളാഹു പൊറുത്തു നൽകും കാരണമാകും. എന്തിനേ ഞങ്ങൾ ഈ നല്ല നല്ല ആൾമാരെ വിഷയം ചൊല്ലും. മൂടെ വിഷയോട് ചൊല്ല ഒരാൾ വിഷയം മുഹമ്മദ് അലി ജൗഹർ മുഹമ്മദ് അലി ജൗഹർ ചൊല്ലേ ആ ഒരു പണ്ഡിത, അല്ലെങ്കിൽ ഞങ്ങളെ ഫ്രീഡം, ഞങ്ങളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രത്തോളം അധ്വാനിച്ചിട്ട് ചൊന്നെങ്കിൽ, സ്വതന്ത്ര കിട്ടിയപ്പ, സ്വതന്ത്ര കിട്ടേക്ക് മുന്നോളൂ ഞങ്ങളെ ബ്രിട്ടീഷുകാർ ഓരോ നേതാവിനും ഗവർണർ ജനറൽ ചൊല്ലാറ്. അങ്ങനെ ജോർജ് ഗവർണർ ജനറൽ. അങ്ങനെ ഒരു നാൾ മുഹമ്മദ് അലി ജൗഹർ അങ്ങനെ രാജ്യത്തിൽ പോയിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ആയപ്പോ ബീച്ച് എങ്ങനെ കൊടുത്തുന്ന മിസ്റ്റർ ജോർജ് സർ വിളിച്ചില്ല. ഒരു മര്യാദക്കാർ എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ലാസ്റ്റ് അത്രയും പിന്നെ സ്വതന്ത്ര പേരെ നമുക്ക് തന്നില്ലെങ്കിൽ ആവിടെ ഇല്ലാണ്ട് മഹാനായ മുഹമ്മദ് അലി ജൗഹർ ചൊല്ലു, മിസ്റ്റർ ജോർജ്, മിസ്റ്റർ ജോർജ് ഇവിടെ നോക്കില്ല, ഞങ്ങൾക്ക് സ്വതന്ത്രം വേണോ, ഒന്നെങ്കിൽ നീ ഞങ്ങൾക്ക് സ്വതന്ത്രം തരണം, അല്ലെങ്കിൽ കൂടെ മരിക്കൂ, 6 അടി മണ്ണ് നട്ട് തന്നു, ഒന്നെങ്കിൽ നീ ഞങ്ങളുടെ കൊല്ലണം, അവിടെ മരിക്കലേ മറിച്ച് കൂടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിന്, ഇന്ത്യ രാജ്യത്തിന് സ്വതന്ത്രം തരണം. ഇങ്ങനെ ചൊല്ലണമെങ്കിൽ മനസ്സുള്ള ഈമാൻ വേണം. അതായത് ഇനി സ്വതന്ത്രം കിട്ടിയ ജാവ് ഒരു വെള്ളിയാഴ്ച ജാവാക്കി ഇതേപോലത്തെ ഒരു ജാവ്. അങ്ങനെ ജാവ് കിട്ടി 2 ഗಂಟೆ ആകുമ്പോ ഒരാൾ വന്നിട്ട് ചൊല്ലും, മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യത്തിന് സ്വതന്ത്രം കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് അലി ജൗഹർ തങ്ങള്, ആ മുഹമ്മദ് അലി ജൗഹർ ആ പറയുന്ന പണ്ഡിതൻ, അല്ലെങ്കിൽ ആ സ്വതന്ത്ര പോരാട്ടക്കാരൻ, അയാള് തഹജ്ജുദ് നിസ്കരിച്ച് രചിച്ചിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് ചൊല്ലു, ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടി, വലിയ സെലിബ്രേഷൻ ഒന്നും ആക്കിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. ഇതിൽ നമ്മൾ പഠിക്കാനായ കുറേ പാഠം. നമ്മൾ ഒരു കുർക്കുസി ആയാൽ കണ്ട് കംപ്ലീറ്റ് പട്ടാക്കിയാൽ പൊട്ടാടി അങ്ങനെ ആക്കും. അതേപോലെ ബേജാറായാൽ കണ്ടും അങ്ങനെ ആക്കും. ഞങ്ങളെ പരിശുദ്ധ ഇസ്ലാം ഇന്നത്തെ ഒരു മെസ്സേജ്
ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നാളെ മെസ്സേജ് ഞങ്ങളുടെ ഈ സംശുദ്ധമ ഇസ്ലാമിക് അക്കാദമി അല്ലെങ്കിൽ സംശുദ്ധമ ദാറുസ്സലാം ഇസ്ലാമിക് അക്കാദമി ഒരു മെസ്സേജ് എന്ത് വെച്ചു ഇന്നത്തെ ഈ 79th ഇൻഡിപെൻഡൻസ് ഡേ ഒരു മെസ്സേജ് എന്ത് വെച്ചെങ്കിൽ ഞങ്ങളുടെ ഇസ്ലാം ചെന്നെങ്കിൽ അത് ഭയങ്കര ടഫും അല്ല ഭയങ്കര ഈസിയും അല്ല മിഡിൽ രണ്ടര ഇടയിൽ വസത്ത് ഉമ്മത്തും വസത്ത് രണ്ടര ഇടയിൽ മിഡിലായിട്ട് എല്ലാ വിഷയം കൂടാ അങ്ങനെ എന്തെങ്കിലും ഒരു ഈയുടെ മുഹമ്മദ് അലി ജൗഹർ തങ്ങൾക്ക് പിന്നെ ഒരാൾ വന്നിട്ട് ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടിയിട്ടുണ്ട് സ്വതന്ത്രം കിട്ടിയിട്ട് சொன்னப்ப അയാൾ சொன்ன അൽഹംദുലില്ലാ ഇനി വേറൊരു വിഷയം മഹാത്മാഗാന്ധി ಗೊತ್ತಿಲ್ಲ നമുക്ക് ഹു ഈസ് ദ ഫാദർ ഓഫ് ദി നേഷൻ മഹാത്മാഗാന്ധി ഞങ്ങളെ മഹാത്മാഗാന്ധിജി ആയിട്ട് ലീഡാക്കി ഈ സ്വതന്ത്ര എല്ലാ പ്രവർത്തനങ്ങളും ലീഡാക്കി മഹാത്മാഗാന്ധിജി കൊൽക്കത്തയിൽ ഒരു വിഷയമാണ് കൊൽക്കത്തയിൽ അതായത് ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് പാർട്ടീഷൻ ആവുന്നു മീൻസ് രണ്ടാളും എല്ലാ മൂത്തങ്ങ പോലെ എന്താക്കില്ല യുദ്ധാക്കി ആ ബ്രിട്ടീഷിന് എതിരായിട്ട് അങ്ങനെ സ്വതന്ത്രം കിട്ടിയപ്പോ കുറെ ആൾമാർ ചൊന്നാറ് ഞങ്ങൾക്ക് ഇന്ത്യ വേറെ പാകിസ്ഥാൻ വേറെ വേണം അങ്ങനെ അത് വേണ്ടാണ്ട് വെച്ച് അവസാനം യുദ്ധമായിട്ട് എന്തെല്ലായിട്ട് ബേജാറായിട്ട് അങ്ങനെ ആ ഒരു ബേജാറിൽ ആ ഒരു ചർച്ചയിൽ ഗാന്ധിജി കൊൽക്കത്തയിൽ ഗാന്ധിജി സെലിബ്രേറ്റ് ആക്കിയിട്ടില്ല എന്തിരെ ആ ഒരു ഇൻഡിപെൻഡൻസ് സെലിബ്രേറ്റ് ആക്കിയിട്ടില്ല ഗാന്ധിജി ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡൻസ് ഞങ്ങൾ ആയിട്ടില്ല എല്ലാവരും സ്വതന്ത്രം കിട്ടിയത് മാത്രം നാളെ തക്കേണ്ടി വരുന്നില്ല ഇപ്പൊ ഇന്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്കും സ്വതന്ത്രം കിട്ടിയിട്ടില്ല ഒരർത്ഥത്തിൽ ഞങ്ങൾ ചൊല്ലോണ്ടി വന്നു ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ 79th ഇൻഡിപെൻഡൻസ് ഡേ വി സെലിബ്രേറ്റ് we proudly celebrate nanga cholda poster alla gudra prasangala haakida but nanga as a student oru student enna nile oru teacher enna nile beyond everything oru citizen of India nanga India de oru praja India de oru aal nanga endralla avagasham undu endralla rights undu endralla responsibility undu nanga adu ariyum appo oode ipo നമുക്ക് റീസെന്റ് ആയിട്ട് ചർച്ച ആയ ഒരു വിഷയമായിട്ട് എന്തിരെ ഞങ്ങളെ ഇപ്പൊ ഉള്ള പ്രധാനമന്ത്രി ഇപ്പൊ ഉള്ള ഗവൺമെന്റ് അത് കറക്റ്റ് ആയിട്ടുള്ള വോട്ടുകളല്ല നടന്നത് അത് കട്ടിട്ടും അങ്ങനെ മാൽ പ്രാക്ടീസ് ആക്കിയിട്ടായിട്ട് വോട്ട് ജയിച്ചിട്ടുണ്ടായിട്ട് എന്തോ അവിടുത്തെ റിപ്പോർട്ട് അതിന്റെ വിഷയമുള്ള കോർട്ടോടെ പിന്നെ ഉണ്ടു അത് അങ്ങനെ തീരുമാനിക്കും ನಾನು ചൊല്ലൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഞങ്ങൾ സ്വതന്ത്രം കിട്ടിയിട്ടില്ല എന്ത് കൂടെ ഞങ്ങളെ അവകാശമായിട്ട് എന്തിരെ ഓരോരുത്തർക്ക് വോട്ടിട്ടേ എന്നൊരു വിഷയം അപ്പൊ ഞങ്ങളെ വോട്ട് ഒരാൾ വേറെ ഒരാൾ കട്ടിട്ട് അല്ലെങ്കിൽ ഒരേ പുറത്തേക്ക് 2 വോട്ട് 3 വോട്ട് വേറെ വേറെ ഇക്വാലിറ്റി ഇല്ലാണ്ടിട്ട് ഇനിക്വാലിറ്റി അവിടെ ഇതും ഒരു സ്വതന്ത്രത്തിന് ധಕ್ಕೆ ഉണ്ടാക്കിടെ ഒരു വലിയ വിഷയമായിട്ടുണ്ട് അപ്പൊ ನಾನು അവസാനത്തെ ജാസ്തി ചൊല്ലുള്ളൂ ഞങ്ങൾ മനസ്സിലാക്കാനായ മക്കളെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ചൊല്ലൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വിഷയം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഇന്ത്യത്തിൽ എന്തൊക്കെ ആവണം ഞങ്ങൾ ഇന്ത്യ അങ്ങനെ ഉഷാറാവണം എന്തിനാ ഞങ്ങൾ ഏത് ഫീൽഡിൽ പോയിട്ടുണ്ട് ഞങ്ങളോട് ദീൻ പഠിക്കുക അതൊട്ടിക്ക് ഞങ്ങൾ ദുനിയാവ് പഠിച്ചിട്ടുള്ള അള്ളാഹു ഞങ്ങൾക്ക് സ്വീകരിക്കട്ടെ ഞങ്ങൾ എന്തിനെ പഠിച്ചെങ്കിലും ആ പഠിച്ച ഒരു ഉദ്ദേശം ഞങ്ങൾ മനസ്സിൽ വേണം ഞാൻ പഠിച്ചു നന്റെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിരിക്കുന്നു നന്റെ ഇന്ത്യക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ ചൊല്ലാം മനസ്സിൽ നന്റെ ഇന്ത്യക്ക് വേണ്ടി പിരിസത്ത് നന്റെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നന്റെ കണക്കിൽ എന്തിരിക്കുന്നു ഒരു കോൺട്രിബ്യൂഷൻ ഒരു സംഭാവന നന്റെ കണക്കിൽ ആക്കണം എന്തേ ചെന്നെങ്കിൽ ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയാത്ത നാക്കിന്റെ ഉടമസ്ഥനാണ് ലോകത്തിന്റെ ഗുരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ സ്വന്ത രാജ്യത്തെ സ്നേഹിക്കലേ ചെന്നെങ്കിൽ അത് ഈമാന്റെ ഭാഗമായിരിക്കും ഇതേപോലത്തെ മുഹമ്മദ് അലി ജൗഹറിനെ പോലത്തെ കുറെ പണ്ഡിതന്മാരുള്ള അപ്പൊ അതിൽ ഒരാൾ ചൊല്ലുന്നത് ಗೊತ್ತುಂಟಾ ನಕ್ಕಿಷ್ಟ ಮದೀನವೇ ನಕ್ಕಿಷ್ಟ ರೌದಾ ಶರೀಫೆ ನಕ್ಕಿಷ್ಟ ಮಹಾನಯ ರಸೂಲುಲ್ಲಾಹಿ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയങ്ക നന്റെ ഇന്ത്യക്ക് എതിരായിട്ട് ഇന്ന് മദീനത്തെ ആൾമാർ വന്നിട്ട് എതിർ നിന്റെ കണ്ടെങ്കും നാണ് ഡിഫെൻഡ് ആക്കുക കാരണം നന്റെ നബി നമ്മൾ പഠിപ്പാട്ടിൽ ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ അതുകൊണ്ട് മക്കളെ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല ഞങ്ങളോട് മനസ്സിലാക്കാനായ ഒരു വിഷയം ഞങ്ങൾ എന്ത്ര പേരങ്കാക്കട്ടെ ഞങ്ങളുടെ മനസ്സിൽ ഒരു പിസ്സ ഞങ്ങളുടെ സ്വന്തം രാജ്യത്തിൽ വേണം ഞങ്ങൾ അതിന് വേണ എല്ലാ പ്രവർത്തന ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള
അവരോട് കണ്ടുകൊണ്ടുള്ള എല്ലാ ആൾക്കാർക്കും ഈ മെസ്സേജ് എത്തിട്ട് അതേപോലെ ഇത് എല്ലാവർക്കും എത്തിട്ട് കാരണം ഈ ഒരു പുതിയ ഒരു ഇന്ത്യയിൽ കുറെ ഞങ്ങൾ സ്വതന്ത്ര ചൊന്നുകൊണ്ട് ഇന്നേ കണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഞങ്ങൾ അത് മനസ്സിലാക്കിയോണ്ടില്ല പണ്ട് ബ്രിട്ടീഷുകാർ ഞങ്ങൾ വന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇണ്ട് ഞങ്ങളുടെ ആൾമാരെ ഞങ്ങളെ അടിയന്മാരാക്കിയോണ്ടില്ല അല്ലെങ്കിൽ ഞങ്ങളെ സ്ലേവ്സ് ആയിട്ട് ആക്കിയോണ്ടില്ല അതിലെല്ലാ വിഷയത്തിലും ഞങ്ങൾ സ്വതന്ത്രം വേണു കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന പോലെ ഒരു സോവറിൻ കൺട്രി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു കൺട്രി ഞങ്ങൾക്ക് ആവണം കാരണം ചന്തത്തിൽ എല്ലാവർക്കും ആർക്കും ഒരു പിന്നെ പാവപ്പെട്ടവനാവട്ടെ പണക്കാരാവട്ടെ അല്ലെ അതല്ല പൈസ എന്നവനാവട്ടെ പാവത്തവനാവട്ടെ ആർക്കും വോട്ടിൽ നിൽക്കാൻ അവകാശമുണ്ട് അവന് ഇത്ര വയസ്സായിട്ട് 25 years ആയിട്ട് പഞ്ചായത്ത് ഇലക്ഷനിക്ക് അവകാശമുണ്ട് ഈ 18 വയസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ടുക അവകാശമുണ്ട് അത് പ്രധാനമന്ത്രി ആവട്ടെ ഇന്നതല്ല റായത്തെ ഒരു ചെറിയ ഒരു കൂലി സ്വറാക്കുന്ന ആളാവട്ടെ നിയമത്തെ മുന്നോട്ട് വരുമ്പോ അവൻ ഒരേപോലെ അതായിട്ട് ഇന്ത്യ ചൊല്ലിട്ട് അതുപോലത്തെ ഒരു അത്രയും ചന്തത്തെ ഒരു വിഷയ അറിയില്ല ഇക്കബാൽ പാടി എന്തെങ്കിലും സുബൈക്ക് പാടില്ലേ അങ്ങനെ പ്രാക്ടീസ് ആക്കില്ലേ നാം പാടില്ലേ ഉണ്ട് ഇപ്പൊ നിങ്ങൾ പാടില്ലേ എന്തേ സാരേ ജഹാൻ സെ ഹജ്ജാ ഹിന്ദു സിതാ ഹമാരാ എല്ലാ തരാട്ടി നക്ക് അച്ഛ നല്ലത് ഹിന്ദു സിതാ ഹമാരാ ഞങ്ങളെ ഇന്ത്യ ആയിട്ട് ഹം ബുൽബുലേ ഹം അതായത് ഞങ്ങളെ ബുൽബുലായിട്ട് ഇവിടെ അങ്ങനെ കുറെ വിഷയം ഇക്ബാൽ കവി ആ പാടിത്താണ് ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് ചൊല്ലാവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിഷയ ഒരേ ഒരു വിഷയം ഞാൻ ചൊന്നെങ്കിൽ ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ ഞങ്ങളെ രാജ്യത്തെ സ്നേഹിക്കുക ചൊന്നെങ്കിൽ അത് ഞങ്ങളുടെ ഈമാനായിട്ട് അപ്പൊ ഈമാൻ ഞങ്ങൾ ഒരു അതിന് കട്ടിയാക്കുവാനായിട്ട് ജാസ്തി ആക്കുവാനായിട്ട് ഞങ്ങൾ ഇന്ത്യക്ക് പേരിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ചൊല്ലിട്ട് ഞങ്ങളുടെ അവസാനിപ്പിക്കടെ ഞങ്ങളുടെ സ്ഥാപനത്തിന് സഹകരിക്കടെ സന്തോഷിപ്പിക്കടെ കുറേ ആൾമാരുള്ളാറ് ആണിങ്ങുള്ളാറ് പെണ്ണിങ്ങുള്ളാറ് ചെറിയങ്ങുള്ളാറ് വലിയങ്ങുള്ളാറ് എല്ലാ ആൾമാരുള്ളാറ് ഇതിൽ കഷ്ടപ്പെടേ ഇതിൽ ഫുഡ് തന്നത് കഷ്ടപ്പെടേ അധ്വാനിച്ച് കഷ്ടപ്പെട്ടെ പൈസ തന്നിട്ട് മഴ അവർക്കൊക്കെ അള്ളാഹ് നല്ല പ്രതിഫലം അള്ളാഹു നൽകട്ടെ ഉന്നതിയിൽ നിന്ന് ഉന്നതിലേക്ക് അള്ളാഹു ഉയർത്തട്ടെ നമ്മുടെ സ്ഥാപനത്തിനെ സഹകരിക്കുന്ന സഹായിക്കുന്ന സന്തോഷിപ്പിക്കുന്ന പ്രച്ചവനെ ഓരോ വിനാഥകൾക്ക് നീ ഖൈർ ചെയ്യണേ അല്ലാഹ് രോഗങ്ങൾക്ക് നീ ശിഫയാക്കണേ തമ്പുരാനെ ഐശ്വര്യം നൽകണേ അല്ലാഹ് പരീക്ഷകളൊക്കെ നീ വൻ വിജയം കൊടുക്കണേ അല്ലാഹ് മക്കളെ നീ സ്വാലിഹികളെയും സ്വാലിഹാത്തിനെയും കൊടുക്കണേ അല്ലാഹ് കൺകുളിർമയാകുന്ന മക്കളാക്കണേ അല്ലാഹ് ഇന്ത്യ രാജ്യത്ത് നല്ല ഐക്യം താ അല്ലാഹ് أنت الله يا رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم